സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ലഭിക്കണം, വിഷമങ്ങളൊക്കെയും ദൂരീകരിക്കണം, നമ്മുടെ ദോഷങ്ങളൊക്കെയും പൊറുത്ത് നാളെ ആഖിറത്തില് സ്വർഗീയ ലോകത്ത് ആനന്ദിക്കണം. പക്ഷേ ഇതിനെല്ലാം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ ജീവിത ശൈലിയും ഭൗതികമായ തിരക്കുകളും പലപ്പോഴും വിഷമകരമായ ഇബാദത്തുകൾ ചെയ്ത്, അല്ലെങ്കിൽ നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ ഇഖ്ലാസും ഭയഭക്തിയും നിലനിർത്തി നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ ഒരു ഇടം ലഭിക്കാൻ നമ്മുടെ ഇബാദത്തുകൾ മാത്രം അതിന് പര്യാപ്തമല്ല. കാരണം നമ്മുടെ ഇബാദത്തുകളിലുള്ള ഭയഭക്തിയും അത് സ്വഹീഹാവാനുള്ള നിബന്ധനകളൊന്നും പരിപൂർണമായും നമ്മുടെ ഇബാദത്തുകളിൽ മേളിക്കുന്നില്ല, ഒത്തുകൂടുന്നില്ല. പിന്നെ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ദിക്റുകളും ഔറാദുകളൊക്കെയും കുറെ ചൊല്ലി നമ്മുടെ ഇബാദത്തുകളിലുള്ള പോരായ്മകൾ പരിഹരിക്കുക. അതിനു പറ്റാവുന്ന ദിക്റുകളും തസ്ബീഹുകളുമാണ് മുമ്പ് ഞാൻ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ പോലോത്ത ഒരുപാട് കലിമത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവകളൊക്കെയും ചൊല്ലിയാൽ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കുന്ന കാര്യങ്ങളും പറഞ്ഞു. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വേണം, ഐശ്വര്യം വേണം, സമാധാനം വേണം. നമുക്ക് ഏറ്റവും വേണ്ടത് സമാധാനമാണ്. ഇന്ന് നല്ല നല്ല ആരോഗ്യമുള്ളവർ ഇഷ്ടം പോലെയുണ്ട്, സാമ്പത്തിക ശേഷിയുള്ളവർ ഇഷ്ടം പോലെയുണ്ട്. അവർക്ക് തന്നെ ഇന്ന് സമാധാനമില്ല. പലപ്പോഴും ആരോഗ്യവും സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തവർ വിചാരിക്കും എനിക്ക് സമാധാനമില്ലാത്തത് രോഗങ്ങൾ കാരണമാണ്, അതല്ലെങ്കിൽ സമ്പത്തില്ലാതിട്ടാണ്. ഇഷ്ടംപോലെ സമ്പത്തുള്ളവർ തന്നെ സമാധാനമില്ലാത്ത മാനസികമായ വിഷമങ്ങളെ കൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അതിന് വളരെ വ്യക്തമായ ഒരു പരിഹാരമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ആ ഹൗഖലത്ത് എന്ന ലേഹം വളരെ ഒരുപാട് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ആ മഹത്തായ ദിക്ർ, അത് ചൊല്ലുന്നവന് ഖബറിലുള്ള സന്തോഷം, ഭൗതികമായ ലോകത്തുള്ള സന്തോഷം, മനസ്സിനുള്ള സമാധാനം, മരണസമയത്തുള്ള സന്തോഷം എല്ലാം ഒത്തിണങ്ങിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എവിടൊക്കെ സന്തോഷവും പുരോഗതിയും ഐശ്വര്യവും വേണോ അതിനെല്ലാം പര്യാപ്തമായ ഒരു മഹത്തായ ദിക്റാണ് ഹൗഖലത്ത്. പിന്നെ അവിടെ ഫിഖ്ഹിയായ കിതാബുകളിൽ ഒരു ചെറിയ ചെറിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഹൗഖലത്ത് എന്നാണോ പറയേണ്ടത്, ഹൗലഖത്ത് എന്നാണോ പറയേണ്ടത്, അങ്ങനെ ഒരു ചർച്ച ഉണ്ട്. ഇതിന്റെ വിശാലമായ വിശദീകരണങ്ങളൊക്കെയും മൗസൂഅത്തുൽ ഫിഖ്ഹിയ പോലത്തെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാം. ഹൗഖലത്ത് എന്നാണോ ഹൗലഖത്ത് എന്നാണോ? അബൂ നഈം ഉസ്താദൊക്കെ കേട്ടിക്കണോ? കുറെ ഇമാമിങ്ങൾ പറയുന്നത് ഹൗലഖത്ത് എന്നാണ് പറയേണ്ടത്, ഹൗഖലത്ത് എന്നല്ല. പക്ഷെ ഏറ്റവും മഷ്ഹൂറായത്, ഫേമസ് ആയത് ഹൗഖലത്ത് എന്നാണ്. അപ്പൊ ഹൗഖലത്ത് എന്നുള്ളത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വല്ലാത്ത മഹത്വമാണ്. എന്നൊരൊറ്റ സംഭവം അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞ് നമുക്ക് മൗലിദിലേക്ക് കടക്കാം.
മഹാനായ താഴവ ഉസ്താദ്, ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. അബു നഈം ഉസ്താദ് ഇപ്പൊ മിഞ്ഞാനേറ്റ് എന്റെ ആ ചെറിയ ക്ലാസ് കഴിഞ്ഞതിനു ശേഷം മൈക്കെടുത്തപ്പോ അബു നഈം ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടു. മഹാനായ താഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ആ ബൈറ്റില് ലാ ഹൗല എന്ന് പറഞ്ഞ് ഹൗക്കലത്തെ ലേഹത്തെക്കുറിച്ച് പ്രത്യേകമായി പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അബൂ നഈം ഉസ്താദ് പറഞ്ഞു, മഹാനായ താഴവ ഉസ്താദിന് ഷുഗർ ഡോക്ടർമാരുടെ കണക്കില് ഷുഗർ കണ്ടമാനം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഭൗതികമായ ഒരു മരുന്നും കഴിച്ചിരുന്നില്ല. മഹാനായ താഴവ ഉസ്താദ് പറഞ്ഞത് അതിന് ഞാൻ ഹൗക്കലത്ത് ലേഹം കഴിക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയാണ്, ഷുഗറും പ്രഷറും കൂടിയിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റും ചൊല്ലി ഇരുന്നാലൊക്കെ സംഗതി നടക്കും. അതിനനുസരിച്ച തവക്കുല്, ഞാൻ ഈ ദിക്റ് ചൊല്ലിയാൽ എന്റെ രോഗം മാറും എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ ഭൗതികമായ അത്ര തവക്കുലിന്റെ ഭാഗത്തേക്ക് എത്താത്ത ഞമ്മള് കായ്ക്ക് ലാഭം നോക്കിയിട്ട് ദിക്റും ചൊല്ലിയിട്ട് ഷുഗർ കൂടിയാല് അതിന് ഉസ്താദന്മാരാരും കുറ്റക്കാരല്ല. അവരുടെ ചികിത്സാ രീതിയിൽ നല്ല തവക്കുലിന്റെ അഹ്ലികാരാണെങ്കിൽ 100% എന്റെ രോഗം ഇതുകൊണ്ടത് മാറും എന്ന് അത്രയും 100% ഉറപ്പുള്ളവർക്കൊക്കെ. അതല്ലാതെ കായ്ക്ക് ലാഭം കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ലാഹൗലി ചെല്ലിങ്ങാണ്ട് കുത്തിറക്കാന്ന് പറഞ്ഞാല് ചിലപ്പം അത് വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് എത്തും. ഏതായാലും ഞാൻ പറയുന്നത്, നമുക്ക് ഭൗതികമായ ചികിത്സകളൊക്കെ നടത്താം. പക്ഷെ അള്ളാഹുവിലുള്ള ആ പൂർണ്ണമായ വിശ്വാസം നിലനിർത്തി അതോടൊപ്പം ഇതുപോലത്തെ ദിക്റുകളും പതിവാക്കുമ്പോ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഭൗതികമായ ചികിത്സകൾക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യും. വെറും ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വെറും ഭൗതികമായ മാർഗത്തിലൂടെ മാത്രം ഞാൻ മുന്നേറുമ്പോഴാണ് പലപ്പോഴും നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരുപാട് പറയാനുണ്ട്. മഹാനായ താഴവ ഉസ്താദ് പറയാൻ, കണ്ണിനേറ്റവും കൗതുകം നൽകുന്നത കബറിൽ കടന്നാൽ കണ്ടു തന്നറിയേണ്ടത, ക്ലേശത്തിനെന്നും എപ്പോഴും ഉതകുന്നത കൽബിന് സന്തോഷം സദാ പുതുക്കുന്നത, ആശ്വാസം എന്നത് സകലതും ഇതിലുള്ളത, അസുഹാബികൾ ഇത് യുദ്ധമിൽ തിന്നുന്നത, അതിനാലെ വിജയം കണ്ടു സ്തുതി പാടുന്നത, ഇത് മുർസലീങ്ങളുടെ എണ്ണമിൽ ഖൈറുള്ളത. മഹാന്മാരാവുന്ന, അതായത് കണ്ണിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏത് ക്ലേശവും ഏത് വിഷയത്തിലും സമാധാനവും സന്തോഷവും ലഭിക്കാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മഹാന്മാരാവുന്ന സ്വഹാബത്ത് യുദ്ധവേളയിൽ ഇത് കഴിക്കുന്നതാണെന്ന് പറഞ്ഞാൽ, മഹാന്മാരാവുന്ന സഹാബത്ത് യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ വരെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലി വിജയങ്ങൾ കാണുകയും സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു എന്നുള്ളത്. മഹാന്മാര് പറയുന്നത് ഏകദേശം മുർസലീങ്ങളുടെ എണ്ണമെങ്കിലും ഇത് ചെല്ലുക. സാധാരണ മുർസലീങ്ങളുടെ എണ്ണം എത്രയാണ്? 313. അപ്പൊ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 313 പ്രാവശ്യമെങ്കിലും, മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. സാധാരണ മഷൂറായത് 313 ആണല്ലോ. ആ ഒരു 313 പ്രാവശ്യമെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏറ്റവും നല്ലത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നാണ്. ഞാൻ അങ്ങനെയൊന്നും ചെല്ലാൻ വയ്യെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നോക്കി. നമുക്ക് ഏറ്റവും വേണ്ടത് മനസ്സിലുള്ള സന്തോഷമാണ്. അമ്മന്ന സൈന്യം തോറ്റ് കീഴടങ്ങുന്നത, മതിക്കാതെ തിന്നവനെപ്പോഴും രുചിയുള്ളതാ ഹമ്മ്. കാരണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പതിവാക്കിയാൽ
99 രോഗങ്ങൾക്കത് ശിഫയാണ്. ആ 99 രോഗങ്ങളിൽ നിന്ന് ഏറ്റവും ലളിതമായ ഇതേതാ? അൽ ഹമ്മു. ആ ഹമ്മ് അഥവാ മനക്ലേശം. കാരണം നമുക്കെല്ലാവർക്കുമുള്ള വിഷയമാണ്. ജോലിയുടെ കാര്യത്തിലും, മക്കളുടെ കാര്യത്തിലും, കുടുംബത്തിന്റെ കാര്യത്തിലും, വീടിന്റെ കാര്യത്തിലും, നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങളിലൊക്കെയും വളരെ മാനസികമായ ടെൻഷനും പ്രയാസങ്ങളും രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ എന്തൊക്കെയോ മനസ്സിൽ 100 കൂട്ടം ചിന്തകളാണ് വരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പ്രത്യേകിച്ച് പറയുകയാണ്. നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാരോടൊക്കെയും പ്രത്യേകം പറയേണ്ടതാണ് ഇതല്ല. ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതായത് വളരെ നമ്മുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം. ഈ മനസ്സ് സന്തോഷം വന്നാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഉന്മേഷം വരുമല്ലോ. രാവിലെ തന്നെ വലിയൊരു മാനസിക പ്രശ്നം വന്നു നോക്കുക, പിന്നെ അന്നത്തെ ദിവസം നമുക്കൊന്നും ചെയ്യാൻ തോന്നൂല. ഭൗതികമായ കാര്യം ചെയ്യാൻ തോന്നൂല, ആത്മീയമായ കാര്യങ്ങളും ചെയ്യാൻ തോന്നൂല. ഈ ഒരു കാര്യം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ വിഷമങ്ങളും, മനക്ലേശങ്ങളും, പ്രയാസങ്ങളെല്ലാം നീങ്ങി ഖൽബിൽ വല്ലാത്ത സന്തോഷം നിറയുന്ന, വല്ലാത്ത കണ്ണിന് കുളിർമ നൽകുന്ന ഒരു മഹത്തായ ദിക്ർ തന്നെയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് മൗലിദിലേക്ക് കടക്കാം. മഹാനായ ഔഫ് ബിനു മാലിക്കുൽ അശ്ജഅ് റളിയല്ലാഹു തആല അൻഹു, ഔഫ് ബിനു മാലിക്കുൽ അശ്ജഅ് റളിയല്ലാഹു തആല അൻഹു വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു. അതായത് ഈ ഔഫ് ബിനു മാലിക്കുൽ അശ്ജഅ് എന്ന് പറയുന്ന സഹാബിയുടെ ഒരു മോനെ, സാലിം എന്ന് പേരുള്ള ഒരു മോനെ മുശ്രിക്കീങ്ങൾ ബന്ദ് ചെയ്തു. അങ്ങനെ ഔഫ് ബിനു മാലിക്കുൽ അശ്ജഅ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വളരെ ദാരിദ്ര്യമുള്ളവനാണ്, സാമ്പത്തികമായി വളരെയധികം ഞെരുക്കമുള്ളവനാണ്. കൂട്ടത്തിൽ ശത്രുക്കൾ എന്ത് ചെയ്തിരിക്കുന്നു? എന്റെ മോനെ ചവ പിടിച്ചിരിക്കുന്നു, ബന്ദ് ചെയ്തിരിക്കുന്നു. അവന്റെ ഉമ്മ വളരെ സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. സാമ്പത്തികമായി വളരെ ഞെരുക്കം അഥവാ ദാരിദ്ര്യമുള്ളൊരു കുടുംബമാണ് ഞങ്ങൾ. എല്ലാം ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാര്, ഒരുപാട് മുഫസ്സിരീങ്ങൾ, അതായത് ഒരായത്തുണ്ടല്ലോ, ഏത് ഒമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങാനുള്ള കാരണം ഈ സംഭവമാണെന്ന് ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരുപാട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം കാണാം. ഔഫ് ബിനു മാലിക്കുൽ അശ്ജഅ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. ഞങ്ങൾ വളരെ സാമ്പത്തികമായി ഞെരുക്കമുള്ളവരാണ്, പ്രയാസമുള്ളവരാണ്. ഞങ്ങൾക്കുള്ള ഒരു മോനെ ശത്രുക്കൾ ബന്ദ് ചെയ്തിരിക്കുന്നു. അത് കാരണം റസൂലെ, അവന്റെ ഉമ്മ വളരെ വിഷമത്തിലാണ്, മോനെ ശത്രുക്കൾ ബന്ദ് ചെയ്തത്. അതുകൊണ്ട് എന്താണ് എന്നോട് തങ്ങൾ കൽപ്പിക്കുന്നത്? എന്താണ് ഞാൻ അതിന് പരിഹാരം കാണേണ്ടത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സന്ദർഭത്തിൽ ഔഫ് ബിനു മാലിക്കുൽ അശ്ജഅ് എന്നവരോട് പറഞ്ഞു, അള്ളാനെ ഭയപ്പെട്ടോ, നീ ക്ഷമിക്ക്, പരിഹാരം റബ്ബ് തരും. നീ അള്ളാഹുവിനെ ഭയപ്പെട്ട് നീ ക്ഷമിക്കുക. നിന്നോടും അവളോടും അഥവാ നിന്റെ ഭാര്യയോടും ഞാൻ കൽപ്പിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. നിങ്ങൾ ഒരു ബേജാറും കരുതണ്ട. നിങ്ങളെ ദാരിദ്ര്യം നീങ്ങും, നിങ്ങളെ മോനെ തിരിച്ചു കിട്ടും. അതുകൊണ്ട് നീയും ഭാര്യയും എന്താ അധികരിപ്പിക്കുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇത് നിങ്ങൾ അധികരിക്കാൻ ചൊല്ലിക്കോളി, വേറെ ഒന്നും ചെല്ലണ്ട. ഞാൻ മിഞ്ഞാനത്തെ ക്ലാസ്സിൽ പറഞ്ഞു,
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് ചെയ്യുകയും കൽപ്പിക്കുകയും ചെയ്തതാണ്. വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കാനും ദാരിദ്ര്യം നീങ്ങിക്കിട്ടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് കൽപ്പിച്ചൊരു കാര്യമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ അധികരിച്ചു ചെല്ലാം. അങ്ങനെ എന്ത് ചെയ്തു? ഔഫ് ബിനു മാലിക്കുൽ അശ്ജഅരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിന്റെ ദാരിദ്ര്യം നീങ്ങും, ബേജാറാവണ്ട, നിന്റെ മോനെ തിരിച്ചു കിട്ടും, നീ എന്തേ ചെയ്യേണ്ടതല്ലോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, നീയും നിന്റെ ഭാര്യ അങ്ങനെ ചെല്ലൽ അധികരിപ്പിച്ചോ. മഹാനായ ഔഫ് ബിനു മാലിക്കുൽ അശ്ജഅരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫആദ, അങ്ങനെ അദ്ദേഹം മടങ്ങി, ഇലാ ബൈത്തിഹി, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, വഖാല ലിഇംറാത്തിഹി, അദ്ദേഹത്തിന്റെ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമറനീ വ ഇയ്യാക്കി, എന്നോടും നിന്നോടും കൽപ്പിച്ചിട്ടുണ്ട്, അന്നുക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ എന്ന ഖൗല് അധികരിപ്പിക്കാൻ നിന്നോടും എന്നോടും റസൂലുള്ള കൽപ്പിച്ചിട്ടുണ്ട്. ഫഖാലത്ത്, ആ സമയത്ത് ഭാര്യ പറഞ്ഞു, അമ്മ ഉമിർനാ ബിഹി, വളരെ സന്തോഷം, നമ്മോട് എന്താണോ റസൂൽ നഅമ്മ അമറനാ ബിഹി, എന്താണോ നബി തങ്ങൾ നമ്മളോട് കൽപ്പിച്ചത് അത് നമുക്ക് ചെയ്യാം. ഫജഅലാ യഖൂലാനി, അവരങ്ങനെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ആ കൗലിൽ അങ്ങനെ തിന്നാൻ തുടങ്ങി, അവരതങ്ങനെ അധികരിപ്പിക്കാൻ തുടങ്ങി. എന്തു ചെയ്യുന്നു? അതാ ഒരു സമയം അധികം വൈകാതെ ആ മോന് 4000 മാതുമായി തിരിച്ചു വന്നു. എന്തൊക്കെയാണ് റസൂലുള്ളാഹി മഹാനായ ഔഫ് ബിനു മാലിക്കുൽ അശ്ജഅരി എന്നവർ പറഞ്ഞത്? ദാരിദ്ര്യത്തിന്റെ കാര്യം പറഞ്ഞു. മോനെ ശത്രുക്കൾ ബന്ദ് ചെയ്തിരിക്കുന്നു. ഒരു റിവായത്തിലുള്ളത് 100 ഒട്ടകവുമായിട്ടാണ് ഈ മോൻ തിരിച്ചു വരുന്നത്. തഫ്സീറുൽ ഖുർത്തുബി, തഫ്സീർ നമ്മുടെ സ്വാവി പോലത്തെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് 4000 ആടുകളുമായിട്ട് ഈ മോൻ തിരിച്ചു വരികയാണ്. ഇത് ചെല്ലാൻ ഇങ്ങനെ തുടങ്ങിയപ്പോ ഈ മോൻ പറയാണ്, ശത്രുക്കൾ എന്നെ തൊട്ട് മറയാൻ തുടങ്ങി. ഈ മോൻ പറയാ, കുറച്ചിങ്ങൾ എന്നെ ബന്ദ് ചെയ്ത ശത്രുക്കള് എന്നെ തൊട്ട് അശ്രദ്ധവാന്മാരാവാൻ തുടങ്ങി. അങ്ങനെ അവരുടെ സമ്പത്താകുന്ന 4000 മാതുകൾ അല്ലെങ്കിൽ 100 ഒട്ടകങ്ങളുമായി ഈ മോൻ തിരിച്ചു വരികയാണ്. അപ്പൊ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെന്ന് ചോദിച്ചു, ആര്? ഈ ഔഫ് ബിനു മാലിക്കുൽ അശ്ജഅരി എന്നിവർ ചെന്ന് ചോദിച്ചു, നബിയെ, ഞങ്ങൾക്കിത് തിന്നാൻ പറ്റുമോ? മോൻ തിരിച്ചു വന്നിട്ടുണ്ട്. മോൻ തിരിച്ചു വന്നപ്പോ 4000 മാതുകളുമായിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ഞങ്ങൾക്കിത് തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാല നഅം, അതെ, നിങ്ങൾക്കത് തിന്നാമെന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് ഒമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ എന്ന ആയത്തിറങ്ങുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രവാസികളുടെ ഭാര്യന്മാർ, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെടുന്നവർ, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, പലജാതി കാര്യങ്ങൾ ആലോചിച്ച് മാനസികമായ ടെൻഷൻ അടിക്കുന്നവർ, എല്ലാത്തിനും വളരെ വ്യക്തമായ പരിഹാരമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് എല്ലാവരോടും വളരെ വ്യക്തമായി പറയുന്നു, ഒരു 313 പ്രാവശ്യമെങ്കിലും ചൊല്ലി തീർക്കാൻ ഒരു ദിവസം നമ്മൾ ശ്രമിക്കുക. അത്ര ചെല്ലാൻ വയ്യെങ്കിൽ കുറച്ച് എണ്ണം ചൊല്ലി ഒഴിവുള്ള സമയത്തൊക്കെയോ മഹാനായ നബി ഇമാമിന്റെ അദ്കാർ പോലത്തെ കിതാബ് നോക്കിയാൽ കാണാം, പല സന്ദർഭങ്ങളിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ചൊല്ലേണ്ട അത്ഭുതങ്ങൾ കാണുമ്പോ, വിഷമങ്ങൾ എത്തുമ്പോ, ഉറക്കത്തിൽ എന്തെങ്കിലും ഭയാനകമായ കാര്യങ്ങൾ കാണുമ്പോ, ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വീണ്ടും ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോ, ഇങ്ങനെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ചൊല്ലേണ്ട സന്ദർഭങ്ങളൊക്കെയും ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ അദ്കാർ എന്ന് പറയുന്ന കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചത് വിഷയം പറഞ്ഞു കഴിഞ്ഞതുകൊണ്ടല്ല, സമയം വൈകുന്നത് കൊണ്ടാണ്. പറഞ്ഞാൽ അവസാനിക്കാത്ത ഒരുപാട് മഹത്വങ്ങൾ നേടിയെടുക്കാൻ പറ്റാവുന്ന ഒരു മഹത്തായ ലേഹം, ഒരു മഹത്തായ ദിക്ർ, ഒരു മഹത്തായ വാക്കാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. മറക്കണ്ട. നമുക്ക് ഒഴിവുണ്ടാവുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ, നമ്മുടെ ഓഫീസിൽ നമ്മൾ ഇരിക്കുമ്പോ, റൂമിലിരിക്കുമ്പോ, ഏത് സമയത്തും നമുക്ക് അങ്ങനെ ഇടക്കിടക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഇനി അതിന്റെ ഭാഷാപരമായ അർത്ഥവും സാങ്കേതികമായ അർത്ഥങ്ങളൊക്കെയും ഫിഖ്ഹിയായ കിതാബുകളിലും മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെയും വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് വളരെ മഹത്വമുള്ള, നമ്മുടെ കണ്ണിന് കുളിർമ കിട്ടാനും ഖൽബിൽ സന്തോഷം കിട്ടാനും ഈ ദിക്റുകളൊന്ന് ചൊല്ലി നോക്കൂ. ഒന്നുമില്ലാതെ വെറുതെ ഒരാളിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അതിന്റെ അർത്ഥം ചിന്തിക്കാതെ ഒന്നും കരുതാതെ ചൊല്ലിയാലും അതിന്റെ രുചി അനുഭവിച്ചറിയുന്നത്. അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാന്റെ പ്രത്യേകത. അത് നല്ലൊരു ഇജാസത്ത് വാങ്ങി നല്ലൊരു നിയ്യത്തോടു കൂടെ ചൊല്ലല് പതിവാക്കിയാൽ ഉടനതിന്റെ ഫലം കാണും. നേരെ മറിച്ച് ഒന്നും ചിന്തിക്കാതെ ഓനെക്കൊണ്ട് വയ്ക്കുന്ന മാതിരി കുറെ എണ്ണങ്ങൾ അങ്ങനെ ചൊല്ലി തീർത്താലും അതിന്റെ ഗുണം കിട്ടും. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഒന്നുകൂടി ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചു പറയും. നമ്മളെപ്പോഴും നമ്മക്കിതൊന്നും ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊന്നും പതിവാക്കാതെ നമ്മളിങ്ങനെ ദ്വാരിപ്പിക്കും. നമ്മൾ ക്ലാസ് റൂമിൽ വായിക്കാൻ പറയും, ഇത് നമ്മളെ വഴി നോക്കി പോവും. നമുക്ക് വേണ്ടി ദ്വാരിക്കുമ്പോ ഒരു ആമീൻ പറയാനിരിക്കാൻ പോലും പലപ്പോഴും നമുക്ക് നേരം കിട്ടുന്നില്ല. ഉസ്താദിന് BM ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്യണ്ടാന്നല്ല പറയുന്നത്. ഉസ്താദിന് BM ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉസ്താദിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അൻവർ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വോയിസ് വിട്ടിട്ടുണ്ട്. എന്നാൽ ഇന്റെ കാര്യത്തിന് വേണ്ടി ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, എനിക്കിങ്ങനെ ഒരു വലിയൊരു വിഷമമുണ്ട്. KMIC-യിൽ എല്ലാ വെള്ളിയാഴ്ച രാവിലും പ്രത്യേകമായുള്ള ദുആ ഉണ്ട്. എത്ര നേരം വെക്കിയാലും ഒരു ദിവസം എന്റെ വിഷയത്തിന് വേണ്ടി ആമീൻ പറയുമ്പോ ഞാനൊന്നൊരു ആമീൻ പറയാനിരിക്കട്ടെ, അതിനൊന്നും നമുക്ക് നേരമില്ല. വോയിസ് വിട്ടോനും BM ചെയ്തോനും ടെക്സ്റ്റ് വിട്ടോനും ഓം പോയി സുഖമായി കാണുക അതിന് ഉസ്താദുമാര് ദ്വാരുന്നോലും അങ്ങനെ ചെയ്യുന്നവരെ ആക്ഷേപിക്കല്ല, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാൻ. നമ്മൾ ഉസ്താദന്മാരോട് ദ്വാരിക്കാൻ അല്ലെങ്കിൽ ആലിമീങ്ങളെ കൊണ്ട് ദ്വാരിപ്പിക്കാൻ പറയലോട് കൂടെ നമ്മൾ എന്ത് വേണം, ഇതുപോലത്തെ ദിക്റുകളും പതിവാക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് എന്റെ എല്ലാ ഗൾഫുകാരും ബിസ്മി പതിവാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കൂട്ടത്തിൽ കുറച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഷഹീറെ ഒന്നാ ചെല്ലിയൊക്കെ. അടുത്ത റമദാൻ ആവുമ്പോക്ക് വീട് പണി അത് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനൊരു വയ്യ അള്ളങ്ങട്ട് തുറന്നേരും. ആലൂലെ നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. നല്ല നീയത്തോടു കൂടെ ഇന്നിന്റെ ഒരു ദിവസത്തിലും കുറച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ചെല്ലാത്തൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂലാണ്. നിങ്ങൾ അത് തീരുമാനിച്ചോളി. നിങ്ങൾ ഞാൻ കുറെ ചെല്ലുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളോടും തീരുമാനിക്കാൻ പറയാനല്ലാതെ എന്റെ നഫ്സിനെ ഞാൻ ഒഴിവാക്കല്ല. ഒന്നത് പതിവാക്കി വെക്കാൻ അതിന്റെ ഒരു രുചി നമ്മൾ അറിയുന്നു. തായവസ്ഥാദിന്റെ ആ ലാ ഹൗല പറയുന്നേറ്റുള്ള ബൈത്തുകൾ ഫുള്ള് ചെല്ലിയാൽ തന്നെ ആ ഹൗക്കലത്തിൽ ഏറെ നമുക്ക് ഇങ്ങനെ തിന്നാൻ തോന്നും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നോക്കിങ്ങള് ഒരു മായം ചേരാത്ത ദിക്റാണ്. നോക്കിങ്ങള് വല്ലാത്തൊരു ദിക്റ. കാരണം അള്ളാഹുമായി ബന്ധപ്പെട്ട് യാതൊരു മായവും ചേരാത്ത, നബി തങ്ങൾ നേരിട്ട് ചെയ്തതും കൽപ്പിച്ചതുമായ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു ദിക്റാണ്. നമ്മുടെ സാമ്പത്തിക പുരോഗതിക്കും രോഗശമനത്തിനും വേണ്ടി ഒരു മായം ചേരാത്ത, റസൂലുള്ള നേരിട്ട് ചെയ്ത, റസൂലുള്ള നേരിട്ട് കൽപ്പിച്ച, ഒരുപാട് അനുഭവമുള്ളതായ വലിയ ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ.
അതുകൊണ്ട് വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, മാനസികമായ ടെൻഷൻ കൊണ്ട് വിഷമിക്കുന്നവർ, ഉറക്കമില്ലാതെ വിഷമിക്കുന്നവർ, എല്ലാവർക്കും പരിഹാരമാണ് അല്ലാഹു തആല. എളുപ്പമുണ്ടായിരുന്നു. അതൊക്കെ ഇനി ക്ലാസ്സേക്ക് ഒരാൾ ചോദിക്കാൻ, വീടിന്റെ വലത്തുഭാഗത്ത് കിണറുണ്ട്, അതൊക്കെ നമ്മളെ ക്ലാസ് അതിനെപ്പറ്റി വിശാലമായി നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി സ്ഥാനം നോക്കുന്ന ആൾക്കാർ ചോദിച്ചു. നിക്കാ വിഷയത്തിൽ അങ്ങനെ പ്രത്യേക ഒരു കാഴ്ചപ്പാടൊന്നും ഇന്ത്യയിലില്ല. ആർക്കെങ്കിലും ഇങ്ങോട്ട് ചിലപ്പോ ഉസ്താവുമാർക്ക് ഇത് വല്ല വരെ കിട്ടി അവരെ കിണറുന്നതാണ് ഇന്റെ ഇഷ്ടം. അല്ലാതെ നമ്മളിപ്പോ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് കിണറുത്തി അവിടെ കെ ഭാഗത്ത് വള്ള ഇഷ്ടം പോലെ കിട്ടാണ്ട് വടക്കേ അവിടെ കിണറുത്താൻ പാടില്ല. വള്ളം കിട്ടാത്ത വടക്കേ ഭാഗത്ത് കൊണ്ടുപോയി കിണറുത്തിട്ട് എന്താ കാര്യം? കിണറുത്തുന്നത് എന്തിനാ? വള്ളം കിട്ടാൻ. വള്ളല്ലോട്ട് കിണറുത്തുക. അല്ല, ഇന്റെ ഭൂമിയിൽ ജിബ്ബനെ എനിക്ക് വള്ളം തന്നത്. പലരും ഇപ്പൊ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ബലന് കിണറുത്തുന്നത് തവക്കൽത്തു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ കിണറ്റിലും വീടുകളിലൊക്കെയും ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ അഷ്റഫ് ബത്തേരി അവന്റെ സ്വന്തം വീടല്ലാന്നാ തോന്നുന്നത്. അവൻ വീട് സംബന്ധമായ ജോലിയാണല്ലോ അവന്റെ മഈഷത്തിന്റെ മാർഗം. അപ്പൊ നാളെ ഒരു പുതിയ വീട് പണി തുടങ്ങുന്നുണ്ട്. ആ ജോലിയിലൊക്കെ ബറക്കത്തുണ്ടാവാനൊക്കെ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ ജോലികളിലും നമ്മുടെ ബിസിനസ്സുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ദീനിയും ഭൗതികവുമായ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഞാൻ ഒരു സന്തോഷം കൂടി പറയാൻ നമുക്ക് തോന്നിയല്ലേ, KMIC ഇപ്പൊ ഏകദേശം അത് നേരിട്ട് കേൾക്കുന്നവര് ഒരു 10 ആളുണ്ടാവുകക്കാരല്ലേ. ഒരു മാസം കഴിയുമ്പോഴേക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ജീവിതത്തിൽ പതിവാക്കിയവർ 1000-ലധികമായിരിക്കും. എനിക്ക് യാതൊരു സംശയമില്ല. ഞാനൊരു ചെറിയ പോയിന്റ് ഉപയോഗിച്ചെന്ന്. നമ്മൾ മുമ്പ് യാ ലത്തീഫ് എന്നുള്ള ദിക്ർ 14641 പ്രാവശ്യം ചൊല്ലി തീർക്കുന്ന ഒരു കാര്യം പറഞ്ഞു. എത്ര ആളുകളെ നമ്മൾ എന്നോ പറഞ്ഞ ചുരുങ്ങിയത് പറഞ്ഞിട്ട് ഇപ്പൊ 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും അല്ലെ. ഒരു 2-2.5 അല്ലെങ്കിൽ ഒരു 3 മാസം ആയിട്ടുണ്ടാവും ഞാൻ ആ വിഷയം പറഞ്ഞിട്ട്. ഇന്നലെ വരെ ആളുകൾ വിളിച്ചു. അയാ ലത്തീഫിനെ കുറിച്ച് ഉസ്താദിന്റെ ഒരു ക്ലാസ് കേട്ടു. അതിൽ 129 വക്തം ചൊല്ലിയിട്ട് ഒരു ദിക്ർ ചെല്ലുന്ന വക്താണ് ഉസ്താദ് പറഞ്ഞു. പക്ഷെ ആ ദിക്ർ ഏതാണെന്ന് ഉസ്താദ് പറഞ്ഞിട്ടില്ല. ആ ദിക്ർ ഏതാണെന്ന് ചോദിച്ചിട്ട് നോക്കിങ്ങള് ഓരോരുത്തരിപ്പോഴാണ് യൂട്യൂബിൽ നിന്നത് കേൾക്കുന്നത്. നമ്മുടെ KMIC-യുടെ ഒരു വിശാലത കൂടിയാണത്. പറയുമ്പോൾ 5-6 ആൾക്കാരായിരിക്കും കേൾക്കുക. മാസങ്ങൾ കഴിയുമ്പോഴേക്ക് എത്ര ആളുകളാ. അപ്പൊ അത് പലവരും കേട്ടു. അതുകൊണ്ടാണല്ലോ കേട്ടവരൊക്കെ വിളിക്കുക. അതിലാ 129 വക്തം യാ ലത്തീഫ് ചൊല്ലിയിട്ട് പിന്നെ ചൊല്ലേണ്ട ദിക്ർ എന്താണ്? അപ്പൊക്ക് തോന്നി അത് പറയാതിരുന്നത് നന്നായിന്ന് ഇപ്പൊ തോന്നിക്ക്. എന്റെ ആൾക്കാരിത് ഉൾക്കൊള്ളുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മൾ പറയുമ്പോ 5-10 ആളാണെങ്കിലും മറ്റൊരു സന്ദർഭങ്ങളിലായി പലവരും ഇത് കേൾക്കുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവാണല്ലോ ആ വിളിച്ചന്വേഷണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഒരുപാട് സാധാരണക്കാരുണ്ട് ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ നമ്മളാ സുഹൃത്ത് ചോദിച്ച മാതിരി അത് കിണറ് വടക്കേ ഭാഗത്തായിട്ടാണ്, കിണറ് കിഴക്കേ ഭാഗത്തായിട്ടാണ്, കക്കൂസ് അവിടെ വന്നതാണ്, കിച്ചമ്പര വന്നതാണ്. ഇതിന്റെ പിന്നാലെ നടക്കുന്ന ഒരുപാട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ ഒറ്റടിക്കതിനൊന്നും എതിർക്കല്ല. ചിലപ്പം കാര്യപ്പെട്ട ഉസ്താദുമാര് പറയും എന്താ പാപു ചെയ്യാൻ പറയും. ഞാൻ അതിന് ഒറ്റടിക്ക് എതിർക്കല്ല. പക്ഷെ ഇതിന്റെ പിന്നാലെ മാത്രം നടക്കുക. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഇത് കാരണമാണെന്നുള്ളൊരു ഒറ്റ ചിന്ത എല്ലാ ചിന്തയുമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇതിങ്ങട്ട് ചൊല്ലിയിട്ട് ഉമ്മുറയ്യാൻ പറഞ്ഞ മാതിരി എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞു. ഇങ്ങളെ പോലത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അത്ര ധൈര്യം മനക്കെടുത്തിലും എല്ലാം തവക്കൽത്തു അല്ലാഹ്. അല്ല വിശ്രമിക്കുക. വള്ളല്ലോട്ട് കിണറുത്തുക. ഇനി അവരെ കിണറുത്തിയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാ വന്നത്? തവക്കൽത്തു അല്ലാഹ്. അത് അല്ല എനിക്ക് അവരേന് വള്ളം എന്താണ് നിഗമനം തന്നത്. ഞാൻ കിണറുത്തി വള്ളം കിട്ടി.
ഇനിയിപ്പോ ആ കിണർ മാറ്റിക്കൂട്ടാൻ എന്നെ കൊണ്ടാവൂല റബ്ബേ, ഇത് എല്ലാ ഷെറും ഒഴിവാക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തും നിന്റെ കഴിവ് കൊണ്ടല്ലാതെ ഉണ്ടായിത്തീരുമല്ലോ. ഈ ഒരു ഉറച്ച വിശ്വാസം അള്ളാഹു നൽകുമാറാവട്ടെ. എല്ലാ കാര്യത്തിലും ഒറ്റടിക്ക് എതിർക്കല്ല. പക്ഷെ ഞാൻ പറയുന്നത് കുറേക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് മടങ്ങിയാൽ തന്നെ നല്ല കായ്ക്കും ലാഭാണ്, മനസ്സിനും സന്തോഷാണ്, ജീവിതത്തിൽ റാഹത്ത് കിട്ടും. അതുകൊണ്ട് ഇതൊക്കെ ക്ലിപ്പായി കേൾക്കുന്ന ഒരുപാട് സാധാരണക്കാര് ചെല്ലിയാൽ നിങ്ങൾക്കതിന്റെ ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ആഴ്ചകള് മുടങ്ങാതെ നല്ല നീയത്തിലെ അക്ഷരങ്ങളൊന്നും പേക്കാതെ ഒരു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചെല്ലല് പതിവാക്കിയാൽ ഞാൻ നിങ്ങൾക്ക് ഹബീബിന്റെ വാക്ക് മുൻനിർത്തി ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം, എന്തോ ഒരു പ്രത്യേകമായ ഉന്മേഷം, സന്തോഷം ജീവിതത്തിൽ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരും സമ്മതിക്കുമെന്ന് ഹബീബിന്റെ വാക്ക് മുൻനിർത്തി ഞാൻ വിശ്വസിക്കുന്നു. അല്ലാഹു തആല ഇതിന്റെ ശ്രോതാക്കൾക്ക് ആ ഒരു അനുഭവം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചൊല്ലിയതിന്റെ ആ രുചി അനുഭവിച്ച അനുഭവം ഈ ക്ലാസ് റൂമുമായി പങ്കുവെക്കാനുള്ള ഭാഗ്യം, അവസരം അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത്